എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രഷർ കുക്കർ എങ്ങനെ ഉപയോഗിക്കാം, പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. പരിപ്പ് വെച്ചിട്ട് പുറത്തോട്ട് വരുന്ന സമയത്ത് അത് പൊട്ടിത്തെറിച്ചു. അത് എന്തുകൊണ്ട് പൊട്ടിത്തെറിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നോസിൽ ക്ലീൻ ചെയ്തില്ല. ക്ലീൻ ചെയ്യാതെ ഡയറക്റ്റ് വെയിറ്റ് അതേ വെച്ച് നമ്മൾ പാകം ചെയ്തപ്പോഴാണ് അത് പൊട്ടിത്തെറിച്ചത്. അപ്പം നമ്മുടേതായ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പലർക്കും അറിയാം, പക്ഷേങ്കിൽ അത് കൃത്യമായി തന്നെ പാലിക്കുന്നില്ല. എല്ലാം സിമ്പിളായിട്ട് സില്ലിയായിട്ടാണ് പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപകടം ഉണ്ടാകും. ആർക്കും അപകടം ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഏത് പ്രഷർ കുക്കർ ആണെങ്കിലും ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ നോസിൽ. ഇതിൻ്റെ നോസിൽ ക്ലീൻ ആണോ? അതിൻ്റെ അകത്ത് കുറേ ഈ നോസിലിൻ്റെ ഏറ്റവും സെൻറ്റർ ഭാഗത്തായിട്ടൊരു ഹോള് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പുറകുവശത്തായിട്ടും കുറേ ഹോളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹോളുകൾ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ പ്രഷർ കുക്കറിൽ നമ്മൾ ആഹാരം പാകം ചെയ്യാൻ പാടുള്ളൂ. ഇത് ക്ലീൻ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നമുക്കൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇത് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് താഴോട്ടും വെക്കാമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പണായിട്ട് കിട്ടും. എന്തെങ്കിലും വന്ന് അടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് നമുക്ക് കിട്ടും. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വശത്തുകൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്താൽ പോലും ഇതിൻ്റെ അകത്തൂടെ എയർ പുറത്തോട്ട് വരും നമുക്ക് കാണാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കഴുകുന്ന സമയങ്ങളിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ ഈ ചെറിയ ദ്വാരത്തിൽ കൂടെയൊക്കെ വെള്ളം ഇതിൻ്റെ പുറകുവശത്തൂടെ താഴോട്ട് ഇറ്റിറ്റ് വീഴും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 2-3 രീതിയിൽ നമുക്ക് നമ്മുടെ നോസിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അത് ഏറ്റവും ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മുടെ സേഫ്റ്റി വാൽവ്, ഈ സേഫ്റ്റി വാൽവ് വർഷത്തിലൊന്നെങ്കിലും നമ്മൾ മാറാൻ ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു 1-2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പം ഈ അലൂമിനിയത്തിൻ്റെ ഏറ്റവും തിക്നെസ് കുറഞ്ഞ പോർഷനാണ്. ഈ തിക്നെസ് കുറഞ്ഞ പോർഷൻ ഒരു 1-2 വർഷം കഴിയുമ്പോഴത്തേന് ഇത് ഹാർഡായി കഴിയുമ്പോഴത്തേന് ഇത് പൊട്ടാൻ സാധ്യത കുറവാണ്. ഇത് ശരിക്കും പ്രഷർ കൂടുതൽ വരുമ്പോഴത്തേന് ഓപ്പൺ ആവുകയും പ്രഷർ പുറത്തോട്ട് പോകാൻ വേണ്ടിയുള്ള വാൽവാണ് ഈ സേഫ്റ്റി വാൽവ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പലയിടത്തും നമ്മൾ കാണാറുള്ളതാണ് ഈ സേഫ്റ്റി വാൽവ് ചുമ്മാ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ കിടന്ന് കറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. അതുവഴി പ്രഷർ പുറത്തോട്ട് പോവുകയും ഏതെങ്കിലും കാരണവശാൽ ഈ നോസിൽ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആകാതിരിക്കുകയും ചെയ്യുന്നു. അത് ശരിക്കും പറഞ്ഞാൽ പൊട്ടേണ്ടതാണ്. പ്രഷർ കുക്കറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ സേഫ്റ്റി വാൽവ്. ഈ സേഫ്റ്റി വാൽവ് നമ്മൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമായാലും മാറാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, നമ്മുടെ വെയിറ്റ് ഒരു പ്രധാന ഘടകമാണ്. നമ്മുടെ പ്രസ്റ്റീജിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്രസ്റ്റീജിൻ്റെ തന്നെയാണ് വെയിറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം 2-3 പ്രഷർ കുക്കർ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണമായി ചെയ്യാറുള്ളത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വെയിറ്റ് അങ്ങ് എടുത്തിടും. പക്ഷേ ഒരുവിധപ്പെട്ട വെയിറ്റുകളെല്ലാം സൂട്ടാവുമെങ്കിൽ നമ്മൾ അങ്ങനെ ഇടാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ പ്രഷർ കുക്കറും മാനുഫാക്ചർ ചെയ്ത് വരുമ്പോഴത്തേന് അതിൻ്റെ വെയിറ്റ് അതിനനുസരിച്ചുള്ള വെയിറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ വെയിറ്റ് മേലോട്ട് പ്രഷർ കൂടുന്ന സമയത്ത് മേലോട്ട് പൊന്തിയതിന് ശേഷമാണ് സൈഡിൽ കൂടെ പ്രഷർ പുറത്തോട്ട് പോകുന്നത്. അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് ഇതിന് 3/4 ഭാഗത്തോളം വെള്ളം എടുക്കാറുണ്ട്. 3/4 ഭാഗത്തോളം സാധനങ്ങളെല്ലാം നിറച്ച് വെള്ളം എടുത്ത് ഏകദേശം 3/4% വെള്ളം എടുത്ത് നമ്മൾ അടച്ചു വെച്ച് പാകം ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും പാകം ചെയ്യാതിരിക്കുക. നമുക്ക് പാകം ചെയ്യാൻ 5 ലിറ്ററിൻ്റെയോ 10 ലിറ്ററിൻ്റെയോ 3 ലിറ്ററിൻ്റെ എത്ര ലിറ്റർ ആയാലും അതിൻ്റെ പകുതി നമ്മളെടുക്കുക. അപ്പോൾ വെള്ളവും ഇതിനകത്ത് വെക്കുന്ന സാധനങ്ങളും എല്ലാം ഉൾപ്പെടെ പകുതി മാത്രം നമ്മളെടുത്തതിന് ശേഷം നമ്മൾ അടച്ചിട്ട് നമ്മളത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇത് അടച്ചു വെച്ചതിന് ശേഷം പ്രഷർ വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ വെയിറ്റ് ഇതിലിടാവുള്ളൂ. പ്രഷർ ഓവറായിട്ട് വരികയല്ല, ജസ്റ്റ് പുറത്തോട്ട് ചാടുന്ന സമയം നമുക്കറിയാൻ സാധിക്കും ഇതിൽ തിള വരാൻ തുടങ്ങി, പ്രഷർ വരാൻ തുടങ്ങി എന്നുള്ളത്. ആ സമയത്ത് മാത്രം നമ്മൾ വെയിറ്റ് ഇതിലിടുക. നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഇത്. ജസ്റ്റ് നമ്മളൊക്കെ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളെല്ലാം നിറച്ചിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഈ വെയിറ്റ് കൂടെ അങ്ങോട്ട് ഇട്ടങ്ങ് വെക്കും. പക്ഷെ അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ഈ നോസിൽ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ, അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് സംഭവിച്ച കാര്യം പറഞ്ഞു. ഇതുപോലെയാണ് ചെയ്തത്. ഇതൊന്നും ക്ലീൻ ചെയ്തില്ല, ജസ്റ്റ് പ്രഷറിൻ്റെ വെയിറ്റ് അങ്ങോട്ട് ഇട്ടിട്ട് പ്രഷർ കുക്കറിൻ്റെ വെയിറ്റ് അങ്ങോട്ട് ഇട്ടിട്ട് ഗ്യാസിലിട്ട് വെച്ച് ടപ്പെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയും ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
പ്രഷർ കുക്കറിൻ്റെ സൈഡിലായിട്ട് ഈ 2 വെട്ട് എന്തിനാണ് എന്ന് പലർക്കും അറിയത്തില്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ മേലത്തെ മൂടിയും താഴത്തെ പോർഷനും തമ്മിൽ കൃത്യമായി തന്നെ ജോയിൻറ്റ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ പ്രഷർ കുക്കർ എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഇരിക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇതിലേക്ക് ഇതിൻ്റെ സെൻറ്റർ കണ്ട് നമ്മൾ വെക്കുക. ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് റൈറ്റിലേക്ക് നമ്മൾ തിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാകുന്നതാണ്. അപ്പോൾ പ്രഷർ കുക്കർ ഉപയോഗിച്ചുള്ള അപകടങ്ങൾ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ അറിവുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും പുതിയ അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. പുതിയ കൂട്ടുകാരാണ് കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അത് എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.